ഇടതു നിരീക്ഷകനായ അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ CPM വിട്ടു. ഹസ്കർ ഇന്ന് RSPയിൽ അംഗത്വമെടുക്കും. രക്തസാക്ഷികളുടെ ഫണ്ട് പോലും വെട്ടിക്കുന്ന CPMന്റെ ജീർണതയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തുപോകുന്നുവെന്ന് ഹസ്കർ ജനം TV-യോട് പ്രതികരിച്ചു. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നതിൽ ലക്ഷങ്ങൾ ക്രമക്കേട് നടന്നതായും ആരോപണം. ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷ നിരീക്ഷകനായിരുന്ന അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ 36 വർഷത്തെ CPM പാരമ്പര്യം വിട്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ, അതായത് പാർട്ടിയിൽ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. അപ്പോഴും പാർട്ടിയോടൊപ്പം നിന്ന ഒരു രീതിയാണ് കണ്ടത്. പക്ഷേ ഈ ഒരു സാഹചര്യം അതെങ്ങനെയാണ് ഉണ്ടായത്? വല്ലാത്തൊരു മാനസിക സംഘർഷത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ കടന്നു പോകുന്നത്. സ്വാഭാവികമായും പാർട്ടിയുടെ നയവ്യതിയാനങ്ങളെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട്. രക്തസാക്ഷികളുടെ ജീവിതം എന്ന് പറയുന്നത് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവനവന് വേണ്ടിയല്ലാതെ മറ്റാർക്കോ വേണ്ടി ഹോമിക്കപ്പെട്ട ജീവിതമാണ്. ആ രക്തസാക്ഷിത്വം പോലും വിറ്റു പണമാക്കി, ആ പണമാക്കിയവരെ പാർട്ടി സംരക്ഷിക്കുന്നു എന്ന ഏറ്റവും നിർണായകവുമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇനി ഈ ജീർണതയ്ക്കൊപ്പം നിൽക്കുക, ദുർഗന്ധം വമിക്കുന്നിടത്ത് നിൽക്കുക എന്നത് പാടില്ല എന്ന തീരുമാനത്തിലാണ് ഞാൻ പാർട്ടി വിട്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത്. കാരണം ഇനി അത് തുറന്നു പറയണം എന്നുള്ളത് കൊണ്ടാണ്. ആ സ്വാതന്ത്ര്യം എടുക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി വിട്ട് ഞാൻ പോകുന്നത്. വലിയ വേദനയുണ്ട് ആ ഘട്ടത്തിൽ. പക്ഷേ എന്നിരുന്നാലും ഇത് എടുക്കാതിരിക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല, പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആശ്രയിക്കണം എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് RSPയിലേക്ക് ഞാൻ പോകണം. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ബദലുകൾ നടത്തുന്നത്, ഇടതുപക്ഷ ബദൽ ഇടപെടലുകൾ നടത്തുന്നത് വളരെ കൃത്യമായി ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസുമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ശ്രീ VD സതീശനും ശ്രീ ഷിബു ബേബി ജോണും അതുപോലെ ശ്രീ NK പ്രേമചന്ദ്രനും അടക്കമുള്ള ഇടതുപക്ഷ ഇടപെടലുകൾ ഒരുപക്ഷേ കേരളത്തിലെ CPMഉം നടത്തുന്നില്ല എന്ന തോന്നലാണ്, ബോധ്യമാണ് എന്നെ ഈ പ്രസ്ഥാനം വിട്ട് പുറത്തു പോകാൻ പ്രേരിപ്പിക്കുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ ഇടത് നിരീക്ഷകൻ എന്ന ലേബലിലിരുന്നപ്പോൾ മുഖ്യമന്ത്രി ഒരാളെ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അത്തരത്തിലൊരു വിമർശനമൊക്കെ ഉയർത്തിയിരുന്നു. ആ സാഹചര്യത്തിലൊരു താക്കീതൊക്കെ ഉണ്ടായിരുന്നില്ലേ? അത് പാർട്ടിയുടെ ലൈനിന് വിരുദ്ധമായി പറയരുത് എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ നിർദ്ദേശം പോലും ഞാൻ പാർട്ടിയുടെ 2 കേന്ദ്ര കമ്മിറ്റി രേഖകളെ ബലത്തിലാണ് ഞാനത് സംസാരിച്ചത്. എന്നിട്ടും പാർട്ടിക്കത് തിരുത്താൻ കഴിയുന്നില്ല. കേന്ദ്ര കമ്മിറ്റിയുടെ നയങ്ങൾ പോലും അംഗീകരിക്കാൻ സംസ്ഥാനത്തെ പാർട്ടി തയ്യാറാകുന്നില്ല എന്ന വിഷമകരമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അടവു നയങ്ങളെന്ന് പറയുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം, നിലപാടുകളാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു നിലപാടിലേക്ക് ഞാൻ എൻ്റെ ബോധ്യങ്ങളെ, എൻ്റെ ചിന്താഗതികളെ അങ്ങനെ പരുവപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് ജില്ലാ കമ്മിറ്റി അംഗം തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതിനുശേഷം മറ്റ് രക്തസാക്ഷികളുടെയും ഫണ്ടുകൾ വെട്ടിച്ചതായുള്ള കണക്കുകൾ അത് പാർട്ടിക്കാർ തന്നെയാണ് തുറന്നു പറയുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ജില്ലയിലും എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? ഞാൻ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്നത്. കഴിഞ്ഞ 2024 മാർച്ച് 2 പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടന്നത്. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ എൻ്റെ അറിവിൽ 6.5 കോടി രൂപയിലധികം രൂപ ചെലവാക്കിയാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം നടത്തിയിട്ടുള്ളത്. ആ സംസ്ഥാന സമ്മേളനത്തിൽ ബാക്കി 50 ലക്ഷം രൂപ ബാക്കി നീക്കിയിരിപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 50 ലക്ഷം രൂപ നീക്കിയിരിപ്പുണ്ടായിട്ട് പോലും കഴിഞ്ഞ 1 കൊല്ലത്തോളമായിട്ടും ഇത് സംബന്ധിച്ച കണക്കുകൾ പാർട്ടിക്കുള്ളിൽ ഇതുവരെ വെക്കപ്പെട്ടിട്ടില്ല. ആ 50 ലക്ഷം രൂപ ബാക്കിയുള്ളത് മറ്റാരുടെ കൈകളിലായിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ്, ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം പോലും പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഫണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ സമ്മേളനം ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പാർട്ടി അവകാശപ്പെടുന്നത് ഞങ്ങൾ പിരിക്കുന്ന പണത്തെ സംബന്ധിച്ച് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് മറുപടി പറയേണ്ട എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ 2000 രൂപയ്ക്ക് മുകളിൽ പണം വാങ്ങണമെങ്കിൽ അത് അക്കൗണ്ടിലൂടെ മാത്രമേ വാങ്ങാൻ കഴിയൂ. ആ കണക്കുകളാകുമ്പോഴും ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി പാർട്ടിക്കുണ്ട്. അതാണ് സുതാര്യത. ആ സുതാര്യതയില്ല. ഇത് ഒരു വർഗം ഇന്ന് പാർട്ടിക്ക് മുകളിൽ വളർന്നു വരികയും ആ വർഗത്താൽ നിയന്ത്രിക്കുന്നതായി ഈ പാർട്ടി മാറുകയും ചെയ്ത ഒരു ഗതികെട്ട കാലത്താണ്
ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിഷമം. കണക്കുകൾ ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു ധൈര്യം കൂടെ ഉണ്ടല്ലേ? ഇതൊരു വിഷയം മാത്രമാണ്, എനിക്കറിയുന്ന ഒരു വിഷയം കൂടിയാണ്. ഇതുപോലെ നിരവധി വിഷയങ്ങൾ വരും. ഒരുപക്ഷെ നാളെ ഈ പാർട്ടിക്കുള്ളിൽ ഇത്തരം അസംതൃപ്തരുടെ ഒരു വലിയ നിര പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരൊക്കെ തന്നെ ഒരുപക്ഷെ നാളെ പുറത്തു വന്ന് ഈ വിവരങ്ങൾ പാർട്ടി പൊതുജനങ്ങളോട് സംവദിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുകൂടി പ്രചോദനമാവട്ടെ, ഞാൻ എൻ്റേതായ ഈ പ്രവൃത്തി കൊണ്ട് അതുകൂടി പ്രചോദനമാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണയായി പല പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ CPM-ൽ നിന്ന് വിട്ടുപോകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് പോകുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഈ മറ്റു പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും താനൊരു എന്താ പറയുക രാഷ്ട്രീയ നിരീക്ഷകനായി തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ്. അതെ, ഞാൻ ചാനൽ ചർച്ചകളിൽ തുടർന്നും രാഷ്ട്രീയ നിരീക്ഷകനായി തന്നെ പങ്കെടുക്കും എന്നാണ്. മറ്റേതെങ്കിലും തരത്തിൽ ഞാനിപ്പോൾ ചേരുന്ന പാർട്ടിയുടെ നിർദ്ദേശം കൂടി വേണമല്ലോ. ഞാനൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലൈനിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കാണ് പോകുന്നത്. അവരുടെ കൂടി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ തീരുമാനിക്കുന്നതനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. എന്തായാലും അഡ്വക്കേറ്റ് BN ഹസ്കർ പോയത് കൊണ്ട് പാർട്ടിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും CPM-ൻ്റെ നേതൃനിരയുടെയൊക്കെ പ്രതികരണം. അത്തരത്തിൽ ഒരുപാട് പേർ പാർട്ടി വിട്ട് പോകുമ്പോഴും ഇവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അല്ല, KR ഗൗരിയമ്മ പാർട്ടി വിട്ട് പോയപ്പോഴോ MVR പാർട്ടി വിട്ട് പോയപ്പോഴോ ഉണ്ടായ ക്ഷതമൊന്നും ആ ക്ഷതങ്ങൾക്കൊക്കെ അതിജീവിച്ച പാർട്ടിയാണ്. ഞാനൊരു ചെറിയ കീടമാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ എൻ്റെ വാക്കുകളും ഞാൻ പറഞ്ഞ ആശയങ്ങളും ഒരു ആശയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പാർട്ടി വിട്ട് പുറത്തു പോകുന്നത്. അപ്പോൾ എൻ്റെ ആശയങ്ങൾ നിന്ന് കത്തും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് പാർട്ടിയെ വല്ലാതെ നോവിക്കും, വേദനിപ്പിക്കും. അവിടെയെങ്കിലും അവർ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ കേരളത്തിൽ ഒരു ഇടതുപക്ഷം ഉണ്ടാകും എന്ന് കരുതുന്ന ഒരാളാണ്. തീർച്ചയായും നിലവിൽ കേരളത്തിലെ CPM ഇടതുപക്ഷത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ആ തരത്തിലല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് BN ഹസ്കറും പാർട്ടി വിടാനുണ്ടായ കാരണം. ഇനിയെങ്കിലും പാർട്ടി തിരുത്താൻ തയ്യാറാവണം, അല്ലെങ്കിൽ ഇനിയും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ അഡ്വക്കേറ്റ് BN ഹസ്കർ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. M. മനോജ്, ജനം, കൊല്ലം.